മിനി സ്ക്രീൻ ആരാധകർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട താരമാണ് നടി റെബേക്ക സന്തോഷ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സീരിയൽ നടി റെബേക്ക സന്തോഷിന് സീരിയൽ ഷൂട്ടിങ്ങിനിടയിൽ വച്ച് നടത്തിയ വർക്കൗട്ട് ചലഞ്ചിനിടെ കാലിന് പരിക്കേറ്റത്. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ നടി കാലിന് പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ വിശ്രമത്തിലുമായിരുന്നു. ഇപ്പോഴിതാ റെബേക്കയെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. റെബേക്ക തന്നെയാണ് അതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും കാര്യങ്ങൾ പറഞ്ഞതെല്ലാം. സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ടിവിയിൽ ബിഗ് ബോസ് കാണുകയും അതിനിടെ താൻ അഭിനയിച്ച പരസ്യം വന്ന സമയത്ത് ആ സന്തോഷം പങ്കുവയ്ക്കുകയുമായിരുന്നു നടി. അതിനു പിന്നാലെയാണ് സർജറിയുടെ കാര്യവും റെബേക്ക സൂചിപ്പിച്ചത്. ശരീരഭാരം 5 കിലോ കൂടിയത് കുറയ്ക്കുവാൻ 60 ദിവസത്തെ വർക്കൗട്ട് ചലഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു റെബേക്ക. അങ്ങനെ ചലഞ്ച് തുടങ്ങി 3-ാം നാളാണ് റെബേക്കയ്ക്ക് ഇങ്ങനൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ചെമ്പനീർ പൂവ് എന്ന സീരിയൽ ഷൂട്ടിങ്ങിനിടയിൽ വെച്ചായിരുന്നു ഇത് നടന്നത്. സാധാരണ ഷൂട്ടുള്ള ദിവസങ്ങളിൽ ആരും വർക്കൗട്ടൊന്നും ചെയ്യാറില്ല. എന്നാൽ ഷൂട്ടിങ്ങിൻ്റെ ഒഴിവ് വേളകളിലും സാരി ഉടുത്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോകൾ റെബേക്ക തന്നെ നേരത്തെ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലൊരു വർക്കൗട്ടിനിടയിലാണ് നടിയുടെ കണങ്കാലിന് ഫ്രാക്ചർ സംഭവിച്ചത്. തുടർന്ന് കുറച്ച് ദിവസമായി തൃശ്ശൂരിലെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു നടി. വാക്കറിൻ്റെ സഹായത്തോടെ മാത്രമായിരുന്നു നടക്കാൻ കഴിഞ്ഞിരുന്നത്. അമ്മയായിരുന്നു റെബേക്കയ്ക്ക് എല്ലാം ചെയ്തു കൊടുത്ത് സഹായത്തിനൊപ്പമുണ്ടായിരുന്നത്. അതിനിടെയും കൈകൾ കൊണ്ടുള്ള എക്സസൈസുകൾ പരിശീലകൻ്റെ സഹായത്തോടെ റെബേക്ക ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്നതിൻ്റെ വീഡിയോ റെബേക്ക ഇന്നലെ കൂടി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി വരെ ഫ്ലാറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫ്രാക്ചർ ഡേയ്സ് കാഴ്ചകളായി റെബേക്ക കാണിച്ചിരുന്നത്. എന്തൊക്കെ ബഹളമായിരുന്നു. അങ്ങനെ പവനായി ശവമായി. അപ്പോൾ ഓക്കെ ബൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് റെബേക്ക ഈ ഒരു അപകടം സംഭവിച്ചതിൻ്റെ വീഡിയോ ആദ്യം ആരാധകരുമായി പങ്കുവച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ മിനി സ്ക്രീനിൻ്റെ ഭാഗമായ നടിയാണ് റെബേക്ക. കുഞ്ഞിക്കൂനനിലൂടെയാണ് ബാലതാരമായ മിനി സ്ക്രീനിലേക്ക് എത്തിയത്. പിന്നീട് മിഴി 2-ലും സ്നേഹക്കൂട് തുടങ്ങിയ ടെലിവിഷൻ പരിപാടികളുടെയും ഭാഗമായി. 2017 നീർമാതളം എന്ന സീരിയലിലും റെബേക്ക അഭിനയിച്ചു. ഇതിനുശേഷമാണ് ഏഷ്യാനെറ്റിൽ തന്നെയുണ്ടായിരുന്ന കസ്തൂരിമാനിലെ നായികാവേഷം റെബേക്കയെ തേടിയെത്തിയത്. സീരിയലിലെ നായികയായ കാവ്യയായി എത്തിയ റെബേക്കയുടെ പ്രകടനം പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അതുപോലെ കസ്തൂരിമാനിൽ ബോൾഡായ ഒരു കഥാപാത്രമായിരുന്നു കാവ്യയുടേത്. താരത്തിന് അന്ന് വെറും 20 വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത്. പിന്നീട് ടേക്ക് ഓഫ്, മിന്നാമിനുങ്ങ് തുടങ്ങിയ 5 സിനിമകളിലും താരം അഭിനയിച്ചു. താൻ സർജറിക്കായി വെയിറ്റ് ചെയ്യുകയാണെന്നും എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നും ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്നുമാണ് റെബേക്ക തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചിരുന്നത്. സിനിമാ സംവിധായകനായ ശ്രീജിത്താണ് റെബേക്ക സന്തോഷിൻ്റെ ഭർത്താവ്. 5 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. ഇതിനു മറുപടിയായി ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് "ഞങ്ങൾ കൂടെയുണ്ട്, ഒട്ടും ഭയക്കേണ്ട, എല്ലാം ശരിയാകും, ഞങ്ങൾ പ്രാർത്ഥിക്കാം" എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള നിരവധി കമൻസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്.